നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കൺസെപ്റ്റാണ് കമ്മ്യൂണിറ്റി ക്ലൗഡ്. നമ്മൾ ഇതുവരെ ടൈപ്സ് ഓഫ് ക്ലൗഡാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനകത്ത് ആദ്യം നമ്മൾ പബ്ലിക് ക്ലൗഡ് ഡിസ്കസ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് പ്രൈവറ്റ് ക്ലൗഡ് ഡിസ്കസ് ചെയ്തു, ദെൻ ഹൈബ്രിഡ് ക്ലൗഡ് ഡിസ്കസ് ചെയ്തു. ഇനി നമുക്കൊരു ടൈപ്പ് ക്ലൗഡും കൂടെ ഉണ്ട്, അതാണ് ഈ കമ്മ്യൂണിറ്റി ക്ലൗഡ് എന്ന് പറയുന്നത്. ഈ കമ്മ്യൂണിറ്റി ക്ലൗഡ് എന്ന് പറയുന്നത് അതൊരു ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചറാണ്. ഇപ്പോൾ ഒരുപാട് ഓർഗനൈസേഷൻസ് എടുക്കുകയാണ് നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് കുറച്ച് ഓർഗനൈസേഷൻസ് ഉണ്ട്. അത് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട സിസ്റ്റംസ്, സർവീസസ് അതൊക്കെ ആക്സസിബിൾ ആക്കി കൊടുക്കുന്നത് ഈ ഒരു ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചറാണ്. അതിലൂടെ അവർക്ക് ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാനൊക്കെ കഴിയും. അത് ഒരുപാട് രീതിയിൽ അവർക്ക് ഡാറ്റ മാനേജ്മെൻറ്റിനൊക്കെ കഴിയും. ഇത് ഓൺ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും ഓപ്പറേറ്റ് ചെയ്യുന്നതൊക്കെ ഒന്നുകിൽ ഒന്നോ അതിൽ കൂടുതലോ ഓർഗനൈസേഷൻ ആയിരിക്കും. അതായത് ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് നമ്മളിത് പരിഗണിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കുറേ ഓർഗനൈസേഷൻസ് ഉണ്ടായിരിക്കും. അതിനകത്തുള്ള ഒരു ഓർഗനൈസേഷനോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലോ ഓർഗനൈസേഷനോ ആയിരിക്കും ഇത് ഓൺ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും ഓപ്പറേറ്റ് ചെയ്യുന്നതും. അതല്ല എങ്കിൽ പിന്നെ ഒരു തേർഡ് പാർട്ടി ആയിരിക്കും, അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് ദം, അതായത് തേർഡ് പാർട്ടി പ്ലസ് വൺ ഓർ മോർ ഓർഗനൈസേഷൻ. ആ രീതിയിലാണ് അത് മാനേജ് ചെയ്ത് പോകുന്നത്. ഇതാണ് ഒരു കമ്മ്യൂണിറ്റി ക്ലൗഡിൻ്റെ ഫിഗർ എന്ന് പറയുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം ഒറ്റ ക്ലൗഡാണുള്ളത്. സോ ഈ കണ്ട ഓർഗനൈസേഷൻ 1, ഓർഗനൈസേഷൻ 2 ആൻഡ് ഓർഗനൈസേഷൻ 3 ഇത്രയാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അവർ ആ ഒരു ഒറ്റ ക്ലൗഡിനെ ഷെയർ ചെയ്തിട്ടാണ് അവരുടെ കാര്യങ്ങൾ പെർഫോം ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇന്ത്യയിലെ ഒരു ഗവൺമെൻറ് ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ക്ലൗഡിനകത്ത് ഈ ഒരു കമ്പ്യൂട്ടിംഗ് ഇൻഫ്രാസ്ട്രക്ചർ അവർ ഷെയർ ചെയ്തുകൊണ്ട് ഡാറ്റ മാനേജ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ ഒരു കമ്മ്യൂണിറ്റി ക്ലൗഡിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറയാനുള്ളത്. ഇനി ഇതിനകത്ത് കമ്മ്യൂണിറ്റി ക്ലൗഡിന് വരുന്ന അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് കോസ്റ്റ് എഫക്റ്റീവ് ആണ്. കാരണം നമ്മളിവിടെ പറഞ്ഞു ഒരു ഒറ്റ ക്ലൗഡാണ്, ഒരുപാട് ഓർഗനൈസേഷന് വേണ്ടിയിട്ട് ഒറ്റ ക്ലൗഡാണ് അല്ലെങ്കിൽ ഒരു വേൾഡ് ക്ലൗഡാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ മാക്സിമം കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും. കാരണം ഒരിക്കലും ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവരൊറ്റയ്ക്ക് അത് ഹാൻഡിൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരുപാട് ഓർഗനൈസേഷൻസ് അതിനകത്ത് ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെ അവർക്കത് കോസ്റ്റ് എഫക്റ്റീവായിട്ട് അത് യൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. പിന്നെ വരുന്നത് ഫ്ലെക്സിബിലിറ്റി ആൻഡ് സ്കേലബിലിറ്റിയാണ്. ഈ കമ്മ്യൂണിറ്റി ക്ലൗഡ് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടും ഫ്ലെക്സിബിളാണ്, അതുപോലെ തന്നെ സ്കേലബിളാണ്. കാരണം ഏതൊരു യൂസറുടെ കേസ് എടുത്തു കഴിഞ്ഞാലും അവർക്കത് കമ്പാറ്റബിൾ ആയിരിക്കും. നമ്മൾ ഹൈബ്രിഡിനകത്ത് പറഞ്ഞ പോലത്തെ കൺഫ്യൂഷൻസ് ഇഷ്യൂസൊന്നും അവിടെ വരുന്നില്ല, എല്ലാവർക്കും കമ്പാറ്റബിൾ ആയിരിക്കും. മാത്രമല്ല ഇപ്പോൾ ഒരു യൂസർക്ക് അതിനകത്തുള്ള ഡോക്യുമെൻറ്റിനെ മോഡിഫൈ ചെയ്യണം, അപ്പോൾ അവരുടെ നീഡും അവരുടെ റിക്വയർമെൻറ്റും അനുസരിച്ച് മോഡിഫൈ ചെയ്യണമെങ്കിലൊക്കെ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഈസിലി ആഡ് ചെയ്യാനോ റിമൂവ് ചെയ്യാനൊക്കെ കഴിയും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജാണ് ഈ സ്കേലബിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് സെക്യൂരിറ്റിൻ്റെ കേസ് പരിശോധിക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ പബ്ലിക് ക്ലൗഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ കമ്മ്യൂണിറ്റി ക്ലൗഡ് കൂടുതൽ സെക്യൂർഡ് ആണ്. എന്നാലോ പ്രൈവറ്റ് ക്ലൗഡ് എന്ന് പറഞ്ഞാൽ വളരെ സെക്യൂർഡ് ആയതുകൊണ്ട് അത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് ലെസ് സെക്യൂർഡ് ആയിരിക്കും. അപ്പോൾ ഈ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്, പ്രത്യേകിച്ച് നമ്മൾ പബ്ലിക് ക്ലൗഡുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. പിന്നെ പ്രൈവറ്റ് ക്ലൗഡ് എന്ന് പറഞ്ഞാൽ അത്രയും സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതായതുകൊണ്ടാണ് അങ്ങനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ലെസ് സെക്യൂർഡായിട്ട് മാറുന്നത്. പിന്നെ വരുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയറിങ് ഇൻഫ്രാസ്ട്രക്ചറാണ്. നമ്മൾ പറഞ്ഞു ഈ കമ്മ്യൂണിറ്റി ക്ലൗഡിനകത്ത് ഒരൊറ്റ കമ്മ്യൂണിറ്റി ആയിട്ടൊരു ക്ലൗഡാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ക്ലൗഡിനകത്ത് തന്നെ അവർ ഒരുപാട് ഓർഗനൈസേഷന് വേണ്ടിയിട്ടുള്ള ക്ലൗഡ് റിസോഴ്സസ് ഷെയർ ചെയ്യുന്നുണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ ഷെയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാ ടൈപ്പിലുള്ള ക്യാപ്പബിലിറ്റീസും ആ ഓർഗനൈസേഷൻസിൻ്റെ ഇടയിൽ അവർ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഷെയറിങ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നതും ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ കമ്മ്യൂണിറ്റി ക്ലൗഡിനകത്തുള്ള അഡ്വാൻറ്റേജസ്? ആയി നമുക്ക് എന്താണെന്ന് നോക്കാം. കമ്മ്യൂണിറ്റി ക്ലൗഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഒരു ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചറാണ്. ഒരുപാട് ഓർഗനൈസേഷന് അവരുടെ ഇൻഫർമേഷൻസൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ സിസ്റ്റംസും സർവീസസും ഒക്കെ ആക്സസിബിൾ ആക്കി കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അത് ഓൺ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും ഓപ്പറേറ്റ് ചെയ്യുന്നതും ഒന്നോ അതിൽ കൂടുതലോ ഓർഗനൈസേഷൻസ് ആവാം ആ കമ്മ്യൂണിറ്റിയിൽ, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി ആവാം, അല്ലെങ്കിൽ രണ്ടിൻ്റെയും കൂടെ കോമ്പിനേഷൻ ആവാം. പിന്നെ നമ്മളതിൻ്റെ ഫിഗർ ഡിസ്കസ് ചെയ്തു. പിന്നെ ഒരു എക്സാമ്പിളായിട്ട് ഗവൺമെൻറ് ഓർഗനൈസേഷനും നമ്മൾ പറഞ്ഞു. പിന്നീട് നമ്മൾ അതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് പറഞ്ഞത്. ഫസ്റ്റ് പോയിൻ്റ് കോസ്റ്റ് എഫക്റ്റീവ് ആയിരുന്നു. ഒരു വേൾഡ് ക്ലൗഡ് മാനേജ് ചെയ്യുന്നത് ഒരുപാട് ഓർഗനൈസേഷൻസ് ആയതുകൊണ്ടും അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ആയതുകൊണ്ടും അത് കൂടുതൽ കോസ്റ്റ് എഫക്റ്റീവ് ആണെന്നാണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ അഡ്വാൻറ്റേജ്.
പിന്നെ പറഞ്ഞത് ഫ്ലെക്സിബിലിറ്റിയും സ്കേലബിലിറ്റിയും ആണ്. ഓരോ യൂസറിനെ സംബന്ധിച്ച് നോക്കുമ്പോഴും ഇത് കമ്പാറ്റബിൾ ആയതുകൊണ്ട് തന്നെ ഇത് ഫ്ലെക്സിബിളാണ്. മാത്രമല്ല യൂസറിൻ്റെ നീഡിനും റിക്വയർമെൻറ്റ്സിനും അനുസരിച്ച് മോഡിഫിക്കേഷൻസും ഡിലീഷനൊക്കെ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഇത് സ്കേലബിളുമാണ്. പിന്നെ നമ്മൾ പറഞ്ഞ് സെക്യൂരിറ്റിയാണ്. സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. പക്ഷേ നമ്മൾ പബ്ലിക് ക്ലൗഡും ഡിസ്കസ് ചെയ്തവരാണ്, പ്രൈവറ്റ് ക്ലൗഡും ഡിസ്കസ് ചെയ്തവരാണ്. അങ്ങനെ നോക്കുമ്പോൾ പബ്ലിക് ക്ലൗഡുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെയധികം സെക്യൂർഡാണ്. പക്ഷേ പ്രൈവറ്റ് ക്ലൗഡ് എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റിക്ക് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നൊരു കൺസെപ്റ്റ് ആയിരുന്നു. നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ലെസ് സെക്യൂർഡാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. എങ്കിലും സെക്യൂരിറ്റി ഇതിൻ്റെ ഒരു വലിയ അഡ്വാൻറ്റേജാണ്. പിന്നെ വന്ന പോയിൻ്റ് ഷെയറിങ് ഇൻഫ്രാസ്ട്രക്ചറാണ്. ഇത് പറഞ്ഞാൽ ഒറ്റ ക്ലൗഡാണ് ഒരുപാട് ഓർഗനൈസേഷന് വേണ്ടിയിട്ട് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർ ക്ലൗഡ് റിസോഴ്സസ് ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ ഷെയർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരുപാട് ക്യാപ്പബിലിറ്റീസ് അവർ ഷെയർ ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഷെയറിങ് ഇൻഫ്രാസ്ട്രക്ചർ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് മാറുന്നത്. പിന്നെ വരുന്നത് ഈ കമ്മ്യൂണിറ്റി ക്ലൗഡിൻ്റെ ഡിസഡ്വാൻറ്റേജസ്. ഓഫ് കോഴ്സ് ഏതൊരു കൺസെപ്റ്റ് എടുത്ത് നോക്കുമ്പോഴേ നമ്മൾ ഒരുപാട് അഡ്വാൻറ്റേജസ് ഡിസ്കസ് ചെയ്താലും ഇപ്പുറത്ത് അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ഉണ്ടാവാറുണ്ട്. കമ്മ്യൂണിറ്റി ക്ലൗഡിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി അത് ഫോർ എവറി ഓർഗനൈസേഷൻ, ഏതൊരു ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞാലും ഇതൊരു ഗുഡ് ചോയ്സ് ആവണമെന്നില്ല. അതായത് ചില കേസുകളിൽ വളരെ നല്ലൊരു ഓപ്ഷനാണ് എങ്കിലും ചില ഓർഗനൈസേഷൻ്റെ കേസ് വരുമ്പോൾ ഒരിക്കലും നമുക്കതൊരു ഗുഡ് ചോയ്സ് ആണെന്ന് പറയാൻ പറ്റില്ല. അതാണ് ഇതിന് വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. പിന്നെ സ്ലോ അഡാപ്ഷൻ ടു ഡാറ്റ അഡാപ്ഷൻ വളരെ സ്ലോ ആയിട്ട് മാറാറുണ്ട് പലപ്പോഴും. കാരണം സെയിം ഇൻഫ്രാസ്ട്രക്ചർ ഇങ്ങനെ ഷെയർ ചെയ്ത് പോവായതുകൊണ്ട് പലപ്പോഴും സ്ലോ ഡൗൺ ആവുന്ന പ്രശ്നമുണ്ട്. പിന്നെ ഒരു ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് ഡാറ്റയും സ്റ്റോറേജിന് വേണ്ടിയിട്ടാണെങ്കിലും ശരി, ബാൻഡ് വിഡ്ത്തും ഒക്കെ ഫിക്സ്ഡ് എമൗണ്ട് ആയിട്ടാണ് ഈ ഒരു കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഷെയർ ചെയ്ത് പോകുന്നത്. അതായത് ഒരൊറ്റ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് ഓർഗനൈസേഷൻസ് ആണ് ഇവിടെ ആക്ട് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ അവർക്കൊരു ഫിക്സ്ഡ് എമൗണ്ടിലാണ് അത് ഷെയർ ചെയ്ത് കൊടുക്കാനും മാനേജ് ചെയ്ത് കൊടുക്കാനും കഴിയുള്ളൂ എന്നുള്ളത് പലപ്പോഴും ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പോവാറുണ്ട്. പിന്നെ കമ്മ്യൂണിറ്റി ക്ലൗഡ് എന്ന് പറയുന്നത് പബ്ലിക് ക്ലൗഡുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചുകൂടി കോസ്റ്റ്ലിയാണ്. അപ്പോൾ പലപ്പോഴും ഇതിനേക്കാൾ ബെറ്റർ ഓപ്ഷൻ പബ്ലിക് ക്ലൗഡ് ആണ് എന്നുള്ളൊരു സാഹചര്യം വരുന്നതുകൊണ്ടാണ് അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് മാറുന്നത്. പിന്നെ ഷെയറിങ് റെസ്പോൺസിബിലിറ്റി, ഓർഗനൈസേഷനിടയിൽ അത് ഷെയർ ചെയ്ത് പോവുക എന്നുള്ളത് പലപ്പോഴും ഡിഫിക്കൽട്ടീസ് വരാറുണ്ട്. പലതും പല രീതിയിലുള്ള ഓർഗനൈസേഷൻസ് ആയിരിക്കും, അല്ലെങ്കിൽ പല റെസ്പോൺസിബിലിറ്റീസും മാനേജ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അവർക്കിടയിൽ റെസ്പോൺസിബിലിറ്റി ഷെയറിങ് എന്ന് പറയുന്നതും ഒരു വലിയ ടാസ്ക്കായിട്ട് മാറാറുണ്ട്. അപ്പോൾ അതുമാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. അപ്പോൾ എന്തൊക്കെയാണ് ഡിസഡ്വാൻറ്റേജ് നമ്മൾ പറഞ്ഞത്? ഏതൊരു ഓർഗനൈസേഷനും എടുത്തു കഴിഞ്ഞാൽ ഇത് പലപ്പോഴും ഒരു ഗുഡ് ചോയ്സ് ആവണമെന്നില്ല എന്നുള്ളതാണ് ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജ്. കാരണം എല്ലാത്തിനും ആപ്റ്റ് ആവണമെന്നില്ല. പിന്നെ വരുന്നത് ഡാറ്റയുടെ സ്ലോ അഡോപ്ഷനാണ്. അത് പലപ്പോഴും നമ്മൾ പറഞ്ഞു ഒരൊറ്റ ക്ലൗഡ് വെച്ചിട്ടാണ് ഇത് മാനേജ് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ടാണ് ഷെയർ ചെയ്ത് വേണം ഡാറ്റ മാനിപ്പുലേഷൻസ് ഒക്കെ നടത്താൻ. അതുകൊണ്ടാണ് സ്ലോ അഡോപ്ഷൻ വരുന്നത്. പിന്നെ ഒരു ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് ഡാറ്റ അല്ലെങ്കിൽ ബാൻഡ് വിഡ്ത്ത് മാത്രമേ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനിടയിൽ ഷെയർ ചെയ്യാൻ കഴിയുള്ളൂ പലപ്പോഴും. പിന്നെ കമ്മ്യൂണിറ്റി ക്ലൗഡ് പബ്ലിക് ക്ലൗഡിനായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ കോസ്റ്റ്ലിയാണ്. പിന്നെ ഓർഗനൈസേഷനിടയിൽ റെസ്പോൺസിബിലിറ്റീസ് ഷെയർ ചെയ്യുക എന്നുള്ളൊരു കാര്യവും കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് മാറാറുണ്ട്. ഇത്രയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും കമ്മ്യൂണിറ്റി ക്ലൗഡ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും, അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ എക്സാമിന് എത്ര മാർക്കിനാണോ ചോദിക്കുന്നത് അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.